ഗതാഗത വകുപ്പ് വളരെ ശക്തമായ രീതിയിൽ തന്നെ നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. അധികാരം കൃത്യമായിട്ട് ഉപയോഗിക്കാവുള്ളൂ. അധികാരം എന്തും ചെയ്യാനുള്ളതല്ല. അവിടുത്തെ എം പിമാരും എം എൽ എമാരും അസാധാരണമായൊരു പ്രളയമല്ലേ പത്തനംതിട്ടയിലുണ്ടായത്. അതിനെ നേരിടാനായിട്ട് ഓഫ് റോഡ് വണ്ടികളോട് വരാൻ അഭ്യർത്ഥിച്ചു. ഓഫ് റോഡ് വണ്ടികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, വലിയ ടയറും പിന്നെ ക്ലിയറൻസ് കൂടുതലുള്ള വണ്ടികളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് മുകളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ആവശ്യത്തിലധികം വെച്ചതൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഈ ആഹ്വാനം അനുസരിച്ച് ഇത് ഉണ്ടാക്കുക എന്നുള്ളത് ചിലതൊരു കൗതുകമായിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടല്ലോ, അവരിറങ്ങി വന്നു. ഇനി അങ്ങനെ ഇറങ്ങി വന്ന ഒരു ഡ്രൈവർ, അൽമീനിൻ ഒരു വണ്ടിയുടെ ആൾ, ഞാൻ രക്ഷാപ്രവർത്തനത്തിന് വന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു തവണ അയാളെ വെറുതെ വിടണ്ടേ? അയാൾ ആക്സിഡൻ്റൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അയാൾ യാതൊരു തരത്തിലുള്ള ഒരു എന്താ പറയുക ട്രാഫിക് പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പം അത് ഉള്ള അധികാരം അമിതമായി ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ചീത്ത ഉദാഹരണമാണ്. അതിനൊരു താൽക്കാലികമായിട്ടുള്ള എൻക്വയറി നടക്കുന്നുണ്ട്. സസ്പെൻഷൻ ഒരു ശിക്ഷയല്ല, സസ്പെൻഷൻ എൻക്വയറിയുടെ അടിസ്ഥാനത്തിലാണ്. അത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ വളരെ വേഗം തന്നെ അതിലൊരു തീരുമാനമെടുക്കും.